ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. മാർച്ച് 28 വരെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. കെജ്രിവാളിനെ ഇഡി ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി എപിയുടെ ഓഫീസ് കേന്ദ്രസേന വളഞ്ഞു. ഇവരുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഈ മാസം 28 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? പ്രത്യേകിച്ച് ഈ കെജ്രിവാളിനെ ഇഡി ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും. കോടതി നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കസ്റ്റഡിയിലേക്ക് അടുത്ത ഈ മാസം 28 വരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടു നൽകിയതോടുകൂടി കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഇഡി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ മാസം 28-ന് ഉച്ചവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാവുക. മദ്യനയ അഴിമതി കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ അരവിന്ദ് കെജ്രിവാളിന് നേരിടേണ്ടി വരും. ഈ കേസിൽ കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിനുമൊപ്പം ആം ആദ്മിക്കും ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ വിധിയോടുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കവേ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനോടൊപ്പം അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇഡിയുടെ വാദം മുൻപോട്ട് വെച്ചിട്ടുള്ളത് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ പുതിയ മദ്യനയം രൂപീകരിക്കുകയും അതിന്റെ മറവിൽ വ്യവസായികളിൽ നിന്ന് അഴിമതി പണം ഈടാക്കുകയും ആ പണം വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ അറിവോടുകൂടിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഈ അഴിമതി പണം പിടിച്ചെടുക്കുന്നതിന്, അത് കണ്ടെത്തുന്നതിന്, കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടേണ്ടത് അനിവാര്യമാണ് എന്നും അടുത്ത 10 ദിവസത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നുള്ള അപേക്ഷയുമാണ് ഇഡി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ വാദങ്ങൾ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് ഈ മാസം 28 വരെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത്. സമാനമായ കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, ഒപ്പം BRS നേതാവ് കവിത, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വ്യവസായി വിജയ് നായർ എന്നിവർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. 2021-22 കാലയളവിൽ ഡൽഹിയിൽ രൂപീകരിച്ച പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി മദ്യവിതരണം പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകിയതിലൂടെയും 600 കോടി രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ നടത്തി, ആം ആദ്മി നേതാക്കൾ, ആം ആദ്മി സർക്കാർ നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അഴിമതിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയും ഡൽഹിയിലും ഒടുവിൽ പഞ്ചാബിലും ഭരണം നേടുകയും ചെയ്തിട്ടുള്ള ആം ആദ്മി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് ഈ കേസിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മിക്കും പ്രതിപക്ഷ മുന്നണിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കോടതിയുടെ നടപടിയും ഉണ്ടാക്കിയിട്ടുള്ളത്. KP ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു.